إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إن كان آباؤكم وأبناءكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയങ്കരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ദീൻ ചർച്ച ചെയ്യുന്നത് കേൾക്കാൻ ആത്മാർത്ഥമായി കൊണ്ട് ഇരിക്കാനുള്ള ഒരു സൗഭാഗ്യം പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു നമുക്ക് ഈ ഒരു അവസരത്തിൽ നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തമായ വേഗത്തിലാണ് സമയം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് റമദാനിലെ പകുതിയോട് നാം അടുത്ത്. ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ദീൻ സംസാരിക്കുന്ന സമയത്ത് ആദ്യത്തെ വിഷയാവതരണത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ആണ് ആദ്യമായി സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം നമ്മുടെ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ അൻസാരിയുടെ ഒരു സംസാരം കൂടി ഉണ്ടായിരിക്കും. സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ്. പലർക്കും പലരോടും തോന്നുന്ന വല്ലാത്തൊരു വികാരമാണ്. നമുക്കറിയാം, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ഒരു മാൻകുട്ടിയുടെ അടുത്തേക്ക് ഒരു വേട്ടമൃഗം അടുക്കുന്നതും അതിന് വിലങ്ങായിക്കൊണ്ട് വളരെ പെട്ടെന്ന് അതിവേഗത്തിൽ ആ മാനിൻ്റെ തള്ള അമ്മ മാൻ അടുത്ത് വരുന്നതും ഈ മാൻ കുഞ്ഞിനെ രക്ഷിക്കുന്നതുമായൊരു വീഡിയോ കുറച്ചു മുമ്പ് നമ്മളൊക്കെ പലരും കണ്ടതാണ്. സ്നേഹം അങ്ങനെ പല രൂപത്തിലാണ്.
ചിലരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കത്തിയാളുന്ന തീയിൽ നിന്നും സ്വന്തം മകനെ രക്ഷിക്കാൻ, മകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ മരണത്തിന് കീഴടങ്ങിയ പിതാവിനെക്കുറിച്ച്, മരണത്തിന് കീഴടങ്ങിയ മാതാവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സ്നേഹമെന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ്. പലർക്കും പലരോടും വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടം മനസ്സിൽ ശക്തമായി കഴിഞ്ഞാൽ ജീവൻ നൽകാൻ പോലും തയ്യാറാവും. ജീവൻ പണയം വെച്ചും സ്നേഹമുള്ളവരെ സ്നേഹിക്കാൻ ചിലർ തയ്യാറാവും. അതാണ് സ്നേഹമെന്ന വികാരത്തിൻ്റെ പ്രത്യേകത. ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക്, വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന, നമ്മെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് തന്നെയാണ്. അതിൻ്റെ കാരണം അള്ളാഹു നമ്മെ ഏറെ സ്നേഹിക്കുന്നു എന്നതാണ്. വളരെയധികം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ അറിവ് പോലും ഇല്ലാതെ, സമ്മതമില്ലാതെ ഗർഭപാത്രത്തിൽ നമ്മെ വളർത്തി തുടങ്ങുന്ന അന്ന് മുതൽ ഓരോ ഘട്ടത്തിലും നമുക്ക് വേണ്ടതെല്ലാം നൽകി, കാഴ്ചയും കേൾവിയും ബുദ്ധിയും നമ്മുടെ ദഹന പ്രക്രിയയുമെല്ലാം, നമ്മുടെ ഈ നിമിഷത്തിലെ പ്രവർത്തനങ്ങൾ പോലും ആയിരക്കണക്കിന് നാഡീവ്യൂഹങ്ങളും കോശങ്ങളുമെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ലോകനിയന്താവായ അള്ളാഹുവാണ്. നമ്മോട് അള്ളാഹുവിന് അത്രമാത്രം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റെന്തിനേക്കാളും നമുക്ക് ഇഷ്ടം അള്ളാഹുവിനെയായിരിക്കും. മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയായിരിക്കണം. അതാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം സ്ഥിരമായി പറയാറുള്ളത്. റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലേ, രാവിലെയും വൈകുന്നേരം നമ്മൾ സ്ഥിരമായി 3 പ്രാവശ്യം പറയുന്നതാണ്. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നെപ്പോഴും നമ്മൾ പറയുന്നതാണ്. അള്ളാഹു ഓരോ ദിവസവും ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണറിയാം? തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരാൻ വേണ്ടി. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ, എൻ്റെ അടിമകൾ ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാൻ ആകാശത്തേക്ക് ഇറങ്ങി വരിക. എന്നിട്ട് ഇങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ്. ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ തയ്യാറായി അള്ളാഹു കാത്തിരിക്കുകയാണ്. അത്രമാത്രം ഇഷ്ടമാണ്. വിശ്വാസികളുടെ സ്നേഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വല്ലദീന ആമനൂ അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ അല്ലാഹുവിനെ അതികഠിനമായി സ്നേഹിക്കുന്നവരാണ്, അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്, ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്, അങ്ങേയറ്റം, അതിനപ്പുറത്തേക്കില്ല. അങ്ങേയറ്റം അതികഠിനമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, തീർച്ചയായും അള്ളാഹു അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യവാനുമാണ് എന്ന് അള്ളാഹു പറയുന്നു. നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, അള്ളാഹു പറഞ്ഞ വിഷയങ്ങളെയാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനെയാണ്. പക്ഷേ ഇന്ന് മനുഷ്യരിൽ പലർക്കും പലതിനെയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പണത്തെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പണത്തെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, പണത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത്, ആവശ്യത്തിന് വേണ്ട എന്നല്ല. കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. കച്ചവടത്തെ, മക്കളെ സ്നേഹിക്കുന്നവർ മറ്റെന്തിനേക്കാളും വളരെ താല്പര്യത്തോടു കൂടി മക്കൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾക്ക് വാഹനത്തെയാണ് ഇഷ്ടം, അല്ലേ? സ്വന്തം വാഹനം വലിയ നല്ല മനോഹരമായി കൊണ്ടു നടക്കും. വാഹനത്തിന് കേടുപാടുകൾ പറ്റിയാൽ വലിയ വിഷമായിരിക്കും. വാഹനത്തെ നന്നായി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. മൊബൈലിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? മറ്റെന്തിനേക്കാളും മൊബൈൽ പ്രിയപ്പെട്ടതായി കൊണ്ടു നടക്കുന്ന ആളുകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ സ്ഥാനത്തോളം മഹത്വമായ, അള്ളാഹുവിന് പകരമായി ഒന്നുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനുള്ളത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസഘട്ടങ്ങൾ വരുമ്പോഴും അള്ളാഹുവിനെയാണ് നമുക്ക് ഓർമ്മ വരാം. ചില ആളുകൾക്കോ പണത്തോട് ഇഷ്ടമാണ്, അത് അള്ളാഹു തന്നെ പറയുന്നത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, പണത്തെ അതികഠിനമായി സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. സൂറത്ത് ആൽ-ഇംറാനിൽ അള്ളാഹു പറയാണ്, ചിലതിനൊക്കെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ അലങ്കാരമായി തോന്നിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചിലതിനോടൊക്കെ ഒരു ഇഷ്ടം മനുഷ്യന്മാർക്ക് ഉണ്ടാവും, എന്നാലും നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹിൻ്റെ അടുത്തുള്ളതാണ് പ്രിയപ്പെട്ടത്.
സുയ്യിന ലിന്നാസി ഹബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലേ, ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളോടുള്ള ഇഷ്ടം, ഭാര്യമാരോടുള്ള ഇഷ്ടം, വൽബനീൻ മക്കളോട്, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ കൂമ്പാരമായി കൂട്ടിവെച്ചിട്ടുള്ള സ്വർണത്തോടും വെള്ളിയോടുമുള്ള ഇഷ്ടം, സ്നേഹം, വൽ ഖൈലിൽ മുസവ്വമ നല്ല മുന്തിയ ഇനം മനോഹരമായ കുതിരകളോടുള്ള ഇഷ്ടം. അല്ലേ, ഇന്നത്തെ വാഹനങ്ങൾക്ക് പകരം അന്ന് അതായിരുന്നു. വൽ അൻആം അതുപോലെ തന്നെ കന്നുകാലികൾ, വൽ ഹർസ് ചില കൃഷികൾ. ദാലിക മതാഉൽ ഹയാത്തുദ് ദുനിയ, മതാഉദ് ദുനിയ അല്ലാഹു പറയാണ് ദുനിയാവിലെ വിഭവങ്ങളാണ് അതൊക്കെ, താൽക്കാലിക വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹിന്റെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്കുള്ളത്, ഏറ്റവും നല്ല മടക്കസ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഒരു വിശ്വാസിയുടെ സ്നേഹം എങ്ങനെയാവണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. വിശ്വാസിയുടെ സ്നേഹം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തിലേക്ക് ഞാൻ വരികയാണ്. അള്ളാഹു പറയാണ് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറയാണ്. നിങ്ങളെ പിതാക്കളേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, നിങ്ങളുടെ ഇണകളേക്കാൾ, നിങ്ങളുടെ കുടുംബത്തേക്കാൾ, നിങ്ങൾ കൂട്ടിവെക്കുന്ന നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, വമസാക്കിന് തർദൗനഹ നിങ്ങൾ പ്രിയപ്പെട്ടതായി കാണുന്ന നിങ്ങളുടെ താമസ സ്ഥലത്തേക്കാൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി അള്ളാഹുവും റസൂലും അതിനേക്കാൾ പ്രിയപ്പെട്ടതാവാൻ പാടില്ല എന്നാണ്. അതാ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു റസൂൽ വ ജിഹാദിൻ ഫീ സബീൽ, അള്ളാഹിന്റെ മാർഗത്തിലുള്ള പരിശ്രമം, അതായിരിക്കണം നമുക്ക് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത്. ഇല്ല എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹിന്റെ കൽപ്പന വരുന്നത് നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാ പറഞ്ഞത്. അള്ളാഹിന്റെ ശിക്ഷ വരുന്നത് കാത്തിരുന്നോളൂ. ബാക്കിയുള്ളതിനൊക്കെ പ്രാധാന്യം നൽകി ബാക്കിയുള്ളതിന്റെ പിന്നാലെ അങ്ങനെ ഓടുമ്പോഴേ അള്ളാഹിന്റെ ശിക്ഷയും പരീക്ഷണങ്ങളും ഉണ്ടാവും. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖുകളായ ജനതയെ അള്ളാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു പറയും. ഇവിടെ ഒന്നാമതായി പറഞ്ഞത് സഹോദരങ്ങളെ ആബാഉക്കും എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കളേക്കാൾ ഇഷ്ടം നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനോട് അള്ളാഹുവിനോടാവണമെന്ന്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അദ്ദേഹത്തിന് പിതാവിനെ ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തെ വളരെയധികം നന്നായി നോക്കിയതാണ്. പിതാവിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പിതാവിനോട് എപ്പോഴും പറയും, നിങ്ങൾ ഈ ആരാധ്യന്മാരെയൊക്കെ വെടിഞ്ഞ് അള്ളാഹിനെ ആരാധിക്കണം എന്ന് നിരന്തരം പറയുമായിരുന്നു. എനിക്കെല്ലാം ശത്രുക്കളാണ്, എൻ്റെ രക്ഷിതാവല്ലാത്തതൊക്കെ ശത്രുക്കളാണ്, മറ്റു ആരാധ്യ വസ്തുക്കളെല്ലാം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. ആ അള്ളാഹുവിൻ്റെ മനോഹരമായ വചനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തുന്നത് നാട്ടുകാർക്ക് അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിൻതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. എൻ്റെ അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, ഫഹുവ യഹ്ദീൻ അവനാണ് എനിക്ക് മാർഗം കാണിച്ചു തന്നത്, വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ എന്നെ ഭക്ഷിപ്പിക്കുന്നതും എന്നെ കുടിപ്പിക്കുന്നതും എൻ്റെ രക്ഷിതാവായ അല്ലാഹുവാണ്, വഇദാ മരിൻതു ഫഹുവ യശ്ഫീൻ എനിക്ക് രോഗം സംഭവിച്ചാൽ, എനിക്ക് രോഗം ബാധിച്ചാൽ സുഖപ്പെടുത്തുന്നവൻ അവനാണ്, വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ എന്നെ മരിപ്പിക്കുന്നതും എന്നെ ജീവിപ്പിക്കുന്നതും അവനാണ്. ഞാൻ പരലോകത്ത് എൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ പാപങ്ങൾ ഞാൻ ആരിൽ നിന്നാണോ അതേ ആ അള്ളാഹുവിൽ നിന്ന് പാപങ്ങൾ പുറത്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ മനോഹരമായ ഭാഷയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ എത്ര ഇഷ്ടത്തോടു കൂടിയാണ് പറയുന്നത്. എനിക്ക് രോഗം വന്നാൽ സുഖപ്പെടുന്നവൻ എൻ്റെ രക്ഷിതാവാണ്, എന്നെ ജീവിപ്പിക്കുന്നവനാണ്. ആ ഇഷ്ടമുണ്ടല്ലോ, വല്ലാത്തൊരു ഇഷ്ടമാണ്. പിതാവിനോട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രിയപ്പെട്ടത് അള്ളാഹു ആയതുകൊണ്ട് പിതാവിനെ വെടിഞ്ഞ് അദ്ദേഹം പോവാണ്. പിതാവിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ടായിരിക്കും തീർച്ചയായും ഒരു മകൻ ഒരു പിതാവിൽ നിന്നും വേർപെട്ടു പോവാം. അല്ലെ, എറിഞ്ഞാട്ടുമ്പോൾ പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പിതാവിനോട് ഇഷ്ടമുണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ രക്ഷിതാവാണ്. ലോകത്തെ സൃഷ്ടിച്ച് എനിക്കെല്ലാം A to Z എനിക്കെല്ലാം നൽകിയ എൻ്റെ രക്ഷിതാവിനെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദ്റിന്റെ രണാങ്കണ ഭൂമിയിൽ നേരിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം കൊതിക്കുന്ന ഒരു കൊതിയുണ്ട്. ഒരാളെ കാണരുത്, വേറെ ആരെ കണ്ടാലും കുഴപ്പമില്ല, ഒരാളെ കണ്ടുമുട്ടരുതേ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. അതാരാണ്? സ്വന്തം പിതാവാണ്. സ്വന്തം പിതാവ് ബദറിൽ
അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. അബൂ ഉബൈദ അങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം ചിന്തിച്ചു, എന്തിന് ഞാൻ ഭയപ്പെടണം, ഞാൻ എൻ്റെ പിതാവിനെ എന്തിന് മാറി നിൽക്കണം? എൻ്റെ പിതാവ് എൻ്റെ ശത്രുവല്ല, ഇസ്ലാമിൻ്റെ ശത്രുവാണ്, എൻ്റെ പ്രവാചകന്റെ ശത്രുവാണ്, എന്നെ സൃഷ്ടിച്ച എൻ്റെ അള്ളാഹുവിനെ ചീത്ത പറയുന്ന അള്ളാഹുവിനെതിരായ ഒരാളാണ്. അതുകൊണ്ട് പിതാവിനെ കാണാൻ ഞാൻ ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹം കുതിച്ചു ചെന്നു, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കണ്ടുമുട്ടി, അദ്ദേഹം വെട്ടിമാറ്റി. പിതാവിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്വന്തം പിതാവിൽ നിന്നും കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന രംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവില്ലേ? പക്ഷേ അദ്ദേഹം വെട്ടിമാറ്റാനുള്ള കാരണം എന്തായിരുന്നു? അള്ളാഹുവിനോടുള്ള ഇഷ്ടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് പലർക്ക് വേണ്ടിയും പലതും ജമാഅത്തുകളും മറ്റും ദീനി കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ മാറ്റി ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? ഇവരൊക്കെ സ്വന്തം പിതാവിനേക്കാൾ അള്ളാഹുവിനെ സ്നേഹിച്ചവരായിരുന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് തടസ്സം അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമ്മ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഉമ്മ സമരം നടത്തി. ഉമ്മ പിന്തിരിയാൻ വേണ്ടി സർവ്വ അടവുകളും പയറ്റി നോക്കി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു പോയി, വല്ലാത്ത പ്രയാസമായി. സ്വന്തം ഉമ്മ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ആകാശക്കുഴപ്പത്തിലായി. ഉമ്മയെ വലിയ ഇഷ്ടമാണ്. ആ ഉമ്മയുടെ പാല് കുടിച്ച് ചെറുപ്പത്തിൽ കഥകൾ കേട്ട് പഠിപ്പിച്ച് വളർത്തിയ അതേ ഉമ്മ ഇന്ന് തനിക്കെതിരായിരിക്കുന്നു. ഞാൻ യഥാർത്ഥ സത്യം മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ഉൾക്കൊണ്ടു എന്നറിഞ്ഞപ്പോൾ ഉമ്മക്ക് വലിയ പ്രയാസമായി. ഉമ്മ സമരം നടത്തി. ഇനി ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഈ ദീൻ നീ വിട്ടുപോവാതെ ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കുളിക്കില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമറിയിച്ചു. വിഷമം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മയെ സ്നേഹിക്കണം, നോക്കണം, പിന്തിരിപ്പിക്കാൻ ശ്രമിക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ദീൻ ഒഴിവാക്കാൻ പറ്റില്ല. ദീൻ അള്ളാഹിനോടാണ് ഒന്നാമത്തെ ബാധ്യത. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹിനെ. അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് അള്ളാഹുവിനേക്കാൾ വലുതൊന്നുമില്ല. അതാണ് നമ്മളിങ്ങനെ ഓരോ സമയത്തും അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. അള്ളാഹു അക്ബർ എന്ന് വെറുതെ അങ്ങനെ പറയില്ല. അള്ളാഹു ആവണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അക്ബർ ആവണം. അള്ളാഹു ആയിരിക്കണം എപ്പോഴും പ്രിയപ്പെട്ടത്. അതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്, അല്ലേ? അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് എന്നാണ്, ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനേക്കാൾ വലുതൊന്നുമില്ല. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രയാസം ഉമ്മയോട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ധൈര്യം സംഭരിച്ച് ഉമ്മയോട് പോയി പറഞ്ഞു, ഉമ്മ, നിങ്ങൾ വെള്ളം കുടിക്കില്ല, പട്ടിണി കിടക്കും, വെയിലത്ത് കിടക്കും, എണ്ണ തീക്കില്ല, കുളിക്കില്ല, ഇങ്ങനെ ഞാൻ കിടന്ന് മരിക്കും. പിന്നെ ആളുകൾ പറയും നിന്നോട് ഉമ്മയെ കൊന്നവൻ എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ദീനിന്ന് മാറിക്കോ, ഇസ്ലാം വിട്ടു പോന്നോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഈ പരിശ്രമം വിജയിക്കൂല. ഞാൻ എൻ്റെ ദീൻ ഒഴിവാക്കൂല. എൻ്റെ അള്ളാഹിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ റസൂലിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല, നിങ്ങൾ പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് ബാധ്യതയും ഉത്തരവാദിത്വവും ഉള്ളത് എൻ്റെ റബ്ബിനോടാണ്. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ ഒരു തവണയല്ല, ഇതേ ആത്മാവ് 2, 3 പ്രാവശ്യമല്ല, ഒരു 100 തവണ നിങ്ങൾ ഇങ്ങനെ പിടഞ്ഞു മരിച്ചാലും ഈ സഅദിൻ്റെ ദീൻ ഒഴിവാക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളിവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിസ്സാരമായ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ എത്ര തവണയാണ് നമ്മൾ ദീനി കാര്യങ്ങൾ മാറ്റിവെച്ചത്? ഇവരുടെ വാചകങ്ങളാണ് ഇതൊക്കെ. എന്തെങ്കിലും ഒരു ക്ലാസ്സോ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ പറഞ്ഞാൽ എന്തെല്ലാം തടസ്സങ്ങളാണ് നമുക്ക്? ന്യായമായ കാരണങ്ങളാണോ സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം. ഒരു നമസ്കാരം ഒഴിവാക്കാൻ എന്തെല്ലാം കാരണങ്ങളാണ് നമുക്ക്? ഒന്നും തടസ്സമാവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് പിതാക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത്. രണ്ടാമത് അള്ളാഹു പറഞ്ഞു, അബ്നാഅക്കും, നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങൾക്ക് അള്ളാഹുവാകണം പ്രിയപ്പെട്ടത്. മക്കളെ സ്നേഹിക്കാത്തവരുണ്ടാവുമോ? മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആ മക്കളൊക്കെ വേണ്ടത് തന്നെ. പക്ഷേ അത് ഒരിക്കലും ദീനിന് തടസ്സമാവരുത്. ആ മക്കൾ ഒരിക്കലും ദീനിനെ മറികടക്കുന്നതാവരുത്. അള്ളാഹുവിനേക്കാൾ വലുത് മക്കളാവരുത് ഒരിക്കലും. അള്ളാഹു ആവണം ഏറ്റവും പ്രിയപ്പെട്ടത്. ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ബദറിന്റെ അതേ യുദ്ധഭൂമിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ശത്രുപക്ഷത്താണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ വെറുപ്പോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ തിരയട്ടെ, എനിക്കാദ്യം എൻ്റെ മകനെ കൊന്നുകളയണം. അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എനിക്കെതിരെ, എൻ്റെ റസൂലിനെതിരെ, എൻ്റെ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ അവൻ പടപ്പുറപ്പാടുമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം എനിക്ക് അവനെ തന്നെ വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ, അവനെ തന്നെ ആദ്യം തകർക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം പോറ്റി വളർത്തിയ സ്വന്തം ചോരയുള്ള കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്, മകനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവാണ് പ്രിയപ്പെട്ടത് എന്നുള്ളതാണ്, അള്ളാഹുവിനോടാണ് സ്നേഹം എന്നുള്ളത് കൊണ്ടാണ് ആ വാക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹുവിനോട് അടങ്ങ് അബൂബക്കർ, ശാന്തനാവ്, നീ നിൽക്കി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന രംഗം ബദറിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മകൻ പ്രിയപ്പെട്ടതാണ്, പക്ഷേ ആ മകനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു അള്ളാഹു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചോദിക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടി പലതും മാറ്റിവെക്കുമ്പോൾ, ദീനി വിഷയങ്ങൾ പലതും നഷ്ടപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന് സ്ഥാനം കുറയുന്നുണ്ടോ, അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ. അള്ളാഹു പറയുന്നത് വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കണം, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കണം അള്ളാഹു എന്നുള്ളതാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരനുണ്ട് വലീദ്. അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേരും വലീദാണ്, അദ്ദേഹത്തിൻ്റെ ആ ഉപ്പയുടെ ഒരു മോൻ്റെ പേരും വലീദാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരൻ്റെ പേര് വലീദാണ്, ഖാലിദ് റളിയല്ലാഹുവിൻ്റെ ഉപ്പാൻ്റെ പേരും വലീദാണ്. അപ്പോൾ വലീദ് എന്ന് പറയുന്ന വലീദ് ഇബ്നു വലീദ്, അത് വലീദിൻ്റെ മകൻ വലീദ് എന്ത് ചെയ്തു, ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ട് ആ സംഭവം അത് ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കുകയും പിന്നെ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. ആ വിട്ടയച്ച സമയത്ത് അദ്ദേഹം പോവാതെ കുറച്ച് പോയി മദീനയുടെ ബോർഡറിലെത്തിയപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു വരികയാണ്. അദ്ദേഹം പോവാതെ ആ സ്വഹാബത്തിൽ അത്രയും കാലം തടവുകാരനായി പിടിച്ച സമയത്ത് ക്രൂരമായ പെരുമാറ്റങ്ങളോ മോശമായ പെരുമാറ്റങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണ കിട്ടി അദ്ദേഹം പഠിച്ച് കേട്ടറിഞ്ഞതുപോലൊന്നല്ല മുസ്ലിങ്ങൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഖാലിദ് റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടക്ക് കത്ത് എഴുതുമായിരുന്നു ഖാലിദ് റളിയല്ലാഹു അന്ന് മുസ്ലിം ആയിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കുറേ നീണ്ടു പോവാണ്. അവരോടുള്ള സ്നേഹമാണ്, സ്വന്തം സഹോദരനോടുള്ള സ്നേഹമാണ്. പല സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കൊക്കെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുണ്ട്. ആ വിവരമൊക്കെ വലീദ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ അദ്ദേഹം ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ആ സ്നേഹം ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിലും ആ ഇഷ്ടം സ്വന്തം പിതാവിനോട് ഇഷ്ടമുണ്ടെങ്കിലും ഇതേ ദീൻ വിട്ട് അദ്ദേഹം അങ്ങോട്ട് പോവാതെ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ചെയ്തത്. അവരും കൂടി ദീനിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇതുപോലെയുള്ള കുറേ തടസ്സങ്ങളാണ് പലപ്പോഴും നമുക്ക് ദീൻ മാറ്റിവെക്കാൻ തടസ്സമാവാറുള്ളത്. പിന്നെ അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളേക്കാൾ പ്രിയപ്പെട്ടതായിരിക്കണം. അല്ലേ? പലപ്പോഴും ദീനൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും തടസ്സം ചിലർക്ക് ഭാര്യമാരാണ്, ചിലർക്ക് ഭർത്താക്കന്മാരാണ്. ആ പേരും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ദീനിൽ കുറേ ഇളവുകൾ കൊടുക്കുന്നത്. ഇല്ല, അത്തരം വിട്ടുവീഴ്ചകളൊന്നും ഇസ്ലാമിലില്ല. ദീനിൽ അങ്ങനെ ഇളവില്ല. അള്ളാഹു എന്ത് പഠിപ്പിച്ചോ അത് ചെയ്യാം. അതിനാരും തടസ്സം നിൽക്കാൻ പാടില്ല. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാം, വ്യക്തിപരമായ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാം, അതൊക്കെ ചെയ്യണം, അതാണ് വേണ്ടത്. എന്നാൽ നമ്മൾ നേരെ തിരിച്ചാണ്, ദീനിൻ്റെ വിഷയത്തിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക, അതൊന്നും പ്രശ്നമല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാൽ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കൂല, അവിടെ അങ്ങോട്ട് ഉണരും. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ചീത്ത പറഞ്ഞാലും അത് പ്രശ്നമല്ല, അത് ഓൻ്റെ ദീൻ, നമ്മളെന്തിനാ അതിൽ ഇടപെടണമെന്ന് പറയും. ആർക്കും പ്രശ്നമല്ല. അല്ലെങ്കിൽ ദീനി വിഷയത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ, എന്നാൽ പറയാനും എല്ലാം ചോദിക്കാനൊക്കെ പറ്റും. വ്യക്തിപരമായ വിഷയത്തിൽ, സ്വന്തം സമ്പത്തിൻ്റെ വിഷയത്തിൽ, കുടുംബത്തിൻ്റെ വിഷയത്തിലൊക്കെ അപ്പം തനി സ്വഭാവം പുറത്തു വരും. അപ്പോൾ ഇതൊന്നും കഴിയാത്തതുകൊണ്ടല്ല, ദീനിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്. അത് നേരെ തിരിച്ചായിരിക്കണം, ദീനിനോടായിരിക്കണം നമുക്ക് ഒന്നാമത്തെ കൂറുണ്ടാവേണ്ടത്. ബാക്കിയുള്ള രംഗത്തൊക്കെ വിട്ടുവീഴ്ചകൾ എന്ത് ചെയ്യും, നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവൊക്കെ നമുക്ക് പ്രിയപ്പെട്ടത് തന്നെ, പക്ഷെ അള്ളാഹിനേക്കാൾ വലുതേ ആവാൻ പാടില്ല. അതൊക്കെ ആ സ്നേഹമൊക്കെ അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്നേഹമാണ്. അപ്പം എല്ലാത്തിനും മനോഹരമാവും. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണമെന്ന ഹല്ലല റളിയല്ലാഹു അൻഹു ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കമാണ്. വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിൻ്റെ മധുരങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ യുദ്ധത്തിൻ്റെ വിളികൾ കേട്ട് അദ്ദേഹം യുദ്ധത്തിന് പോവാണ്. ഭാര്യയോട് പറയാണ്, പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, കൊതി തീർന്നിട്ടില്ലാത്ത, സംസാരിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ ഒരവസ്ഥയിൽ ഹല്ലല റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയോട് പറയുകയാണ്, യുദ്ധത്തിൻ്റെ വിളി വന്നിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി വന്നിട്ടുണ്ട്, പോവാണ്. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോയി എന്ന് മാത്രമല്ല, ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ, ജനാബത്തുകാരനായിരുന്ന അദ്ദേഹം കുളിക്കാൻ പോലും സമയം കിട്ടാതെ യുദ്ധത്തിന് പോയിട്ട് മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ദീനിന് വേണ്ടിയായിരുന്നു സഹോദരങ്ങൾ അവരൊക്കെ ജീവിച്ചത്, ദീനിന് വേണ്ടിയാണ്. ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കണം, ഒക്കെ നമ്മളിലേക്ക് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദീനിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് പല ന്യായങ്ങളാണ്.
ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. എന്നാൽ അതിൻ്റെ മുമ്പ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ മുൻ ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അവരുമായി ഒന്നിച്ച് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയിരുന്നു. ആദ്യത്തെ ഹിജ്റ പോയത് എത്യോപ്യയിലേക്കായിരുന്നു. മക്കയിൽ നിന്നും എത്യോപ്യയിലേക്കുള്ള ഹിജ്റയിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവുമായിരുന്നു പോയത്. പക്ഷേ എത്യോപ്യയിലെത്തി കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ക്രിസ്ത്യാനിയായി മാറി. വലിയ പ്രതിസന്ധിയാണ്. സ്വന്തം നാട് വിട്ടുപോയി, ആകെ കുടുംബവും മൊത്തമാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ആ ഒരു ആൺതരിയുള്ളത് കൂടെ സഹായിക്കാനോ എല്ലാത്തിനുമുള്ള പ്രിയപ്പെട്ട ഭർത്താവ് ദീൻ മാറിയാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. തകർന്നില്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തകർന്നില്ല, പതറിയില്ല. അവിടെ ഉറച്ചു നിന്നു, പിടിച്ചു നിന്നു, ദീനിൽ ഉറച്ചു നിന്നു. ആരും തണിയില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഒറ്റക്കുള്ള വിദേശമായ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത്, സ്വന്തം നാടല്ലാത്തൊരു സ്ഥലത്ത് നിന്നും ഇത്തരം ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ആരും പതറിപ്പോവും. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഭർത്താവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷേ ഭർത്താവിൻ്റെ കൂടെ ക്രിസ്ത്യാനിയായില്ല, ക്രിസ്തു മതത്തിലേക്ക് പോയില്ല, അവിടെ പിടിച്ചു നിന്നു. അള്ളാഹുവാണ് എനിക്ക് ഇതിനേക്കാൾ വലുത്, ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവസാന സമയങ്ങളിൽ അതിനൊക്കെ ശേഷം ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവിനെ അള്ളാഹു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവർക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇണകൾ പരസ്പരം വളരെയധികം സ്നേഹത്തിലായിരിക്കും. പക്ഷേ ദീനിന് എതിരായിക്കൊണ്ട് ആരെങ്കിലും എന്തു പറഞ്ഞാലും ശരി, അത് തടസ്സമാണ്. ചിലർക്ക് ചില വേഷങ്ങൾ സ്വീകരിക്കാൻ, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനാണ് ഇസ്ലാമിക വേഷങ്ങൾ ചിലർ ഒഴിവാക്കാറുള്ളത്. നീണ്ട താടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാണ്, പഠിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അതൊഴിവാക്കാൻ ചിലർക്ക് തടസ്സം ഭാര്യയാണ്. ഭാര്യയ്ക്ക് അത് ഇഷ്ടമില്ല എന്നാ പറയാം. ഭാര്യയാണോ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും വലുത്? നമുക്കെല്ലാം നൽകുന്നത്, ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും നമുക്ക് ശ്വാസം നൽകുന്നത്, നമ്മുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു അല്ലേ? പിന്നെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പ്രിയപ്പെട്ടതായിരിക്കണം. പക്ഷേ അള്ളാഹുവിനേക്കാൾ വലുതാവരുത് മറ്റൊന്നും എന്നാണ്. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. പിന്നെ അള്ളാഹു പറയുകയാണ്, ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅശീറത്തുക്കും എന്നാണ്, നിങ്ങളുടെ കുടുംബങ്ങളെക്കാൾ. അല്ലേ? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും, നിങ്ങളുടെ കുടുംബങ്ങളെക്കാൾ, ഇണകളെക്കാൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിരിക്കണം. നിങ്ങളുടെ കുടുംബങ്ങൾ അതിനേക്കാൾ വലുതാവരുത് എന്ന് അള്ളാഹു പറയുകയാണ്. ഇവിടെയും നമുക്ക് മാതൃകകളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ തടവിലാക്കി ശക്തമായി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കുടുംബത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷേ അതിനേക്കാൾ പ്രിയപ്പെട്ടത് അള്ളാഹു ആയതുകൊണ്ട് അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അല്ലെ, റൂമിൽ പൂട്ടിയിടുക പോലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പതറിയില്ല. അദ്ദേഹം ദീനിൽ ഉറച്ചു നിന്നു. അതിനേക്കാളൊക്കെ പ്രിയപ്പെട്ടതും വേണ്ടപ്പെട്ടതും എനിക്ക് എൻ്റെ അള്ളാഹുവാണ്. എൻ്റെ കുടുംബങ്ങളെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിനേക്കാൾ പ്രിയപ്പെട്ടത് എനിക്കെൻ്റെ അള്ളാഹുവാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നമുക്കറിയാം, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല പ്രവർത്തകർ, നേതാക്കൾ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്, പല പ്രസംഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബങ്ങൾ അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും സ്വന്തം കുടുംബത്തിലെ പ്രോഗ്രാമുകൾക്ക് പോലും, പരിപാടികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. കുടുംബങ്ങൾ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പ്രദേശത്ത് പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലേ? നമ്മുടെ ഒതുക്കുങ്ങളുടെ പഴയകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്നേക്കാൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പഴയകാല ഇസ്ലാമിലേക്ക്, ദീനിലേക്ക്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ നിന്നും അനുഭവപ്പെട്ട ഒറ്റപ്പെടുത്തലുകളും പ്രയാസങ്ങളും എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻകാലത്തെ അത്തരം അനുഭവങ്ങൾ, പ്രയാസം, അവരുടെ കുടുംബങ്ങളിൽ നിന്നും പല പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് പ്രിയപ്പെട്ടത് കുടുംബങ്ങൾ വേണ്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ എന്നിട്ടും അവിടെ ആ കുടുംബങ്ങളുടെ കൂടെ പോയി ദീൻ ഒഴിവാക്കുകയല്ല ചെയ്തത്. അള്ളാഹുവാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ്, ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബിനെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചു. നമുക്ക് സാധിച്ചു, നമ്മുടെ മുൻഗാമികൾക്ക് സാധിച്ചു. നമുക്കിനി സാധിക്കേണ്ടതുണ്ട്.
ചില ആളുകൾക്ക് പേടിയാണ് ദീനിലേക്ക് കടന്നു വരുമ്പോൾ സത്യം മനസ്സിലാക്കി. ചില ആളുകൾക്കൊക്കെ സത്യം അറിയാം, വിദേശത്തൊക്കെ പോയി സത്യം മനസ്സിലാക്കി നാട്ടിൽ വരുമ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പമാണ്, ഒരു ഉറപ്പില്ലായ്മ. കാരണം ഇങ്ങനെയാണ് മാറിയാൽ ആൾക്കാരെന്ത് പറയും, കമ്മിറ്റിക്കാരെന്ത് പറയും, മഹല്ല് എന്താവും, പിന്നെ മയ്യത്ത് മരണത്തിൻ്റെ നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെയാണ് ചില ആളുകൾ ആലോചിക്കുന്നത്. ചില ആളുകൾക്ക് പേടിയാണ്. എന്നാൽ ദീന് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി, എന്നെ ഇത്രയും കാലം എനിക്ക് പോറ്റി വളർത്തിയ, എന്നെ ഇത്രയും കാലം എല്ലാ അനുഗ്രഹങ്ങളും കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ നൽകിയ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ള എൻ്റെ ശരീരം എനിക്ക് നൽകിയ എൻ്റെ അള്ളാഹുവിനോടുള്ള ബാധ്യതയേക്കാൾ വലുതല്ല എനിക്കെൻ്റെ പ്രിയപ്പെട്ട മറ്റൊന്നും എന്ന് തിരിച്ചറിയുന്നവർ ഇവിടെ വന്ന് ധൈര്യമായി പറയും. നാട്ടിൽ വന്നാൽ എവിടെ പോയാലും അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. അവർ പുതിയ പള്ളികൾ ഉണ്ടാക്കും, പുതിയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും, പുതിയ എതിർപ്പുകൾ ഉണ്ടായാലും പേടിക്കാതെ മടിക്കാതെ മുന്നോട്ട് പോകും. ഇന്ന് പലർക്കും പേടിയാണ്. പേടി ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവാണ് നമുക്ക് പ്രിയപ്പെട്ടത്. കുടുംബങ്ങൾ വേണ്ട എന്നല്ല, കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തണം എന്നല്ല, കുടുംബങ്ങളെ അകറ്റണം എന്നല്ല പറഞ്ഞത്. അവരൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ദീനിനെതിരായി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് അവർ പറഞ്ഞാൽ, നമ്മെ മാറ്റി നിർത്താൻ അത് കാരണമായാൽ, നമ്മൾ ഒന്നാം സ്ഥാനം നൽകിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അള്ളാഹുവിന് തന്നെയാണ്. നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹുവിനെ തന്നെയാണ്, നമ്മെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹുവിന് തന്നെയാണ് ഒന്നാം സ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അവർ അതിൽ ഉറച്ചു നിന്നത്, അത് അവർ സഹിച്ചത്, ആ ത്യാഗങ്ങളുമായി അവർ മുന്നോട്ട് പോയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രിയപ്പെട്ടതായതുകൊണ്ടായിരുന്നു, അള്ളാഹുവിനെ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇന്ന് പല വിവാഹവേളകളും വിവാഹവേദികളും ആഭാസങ്ങളുടെ കേന്ദ്രങ്ങളാവാനുള്ള കാരണങ്ങൾ? കുടുംബങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹനീയമായ അനുഗ്രഹങ്ങൾ ഇറങ്ങേണ്ട, ബാറക്കല്ലാഹു ലക്കുമാ എന്ന് പറയേണ്ട വേദികൾ അള്ളാഹുവിൻ്റെ കൊല്ലപിറങ്ങുന്ന, കോപമിറങ്ങുന്ന, ശാപമിറങ്ങുന്ന കേന്ദ്രങ്ങളായി, ഓഡിറ്റോറിയങ്ങളായി മാറാനുള്ള കാരണം എന്താണ്? അത് ഉപ്പാക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി. അത് അവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. വീട്ടുകാർ, ആ ഉമ്മ, കുറച്ച് അമ്മായിമാരുണ്ട്, അവർക്കൊക്കെ തൃപ്തിയാവണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നതാണ്. അങ്ങനെ പലർക്കും വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. മ്യൂസിക്കും വൃത്തികേടുകളും വിവാഹത്തിൻ്റെ വേളകളിൽ അല്ലേ? അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അവിടെ ഇറങ്ങേണ്ടത്. പുതിയൊരു ജീവിതം തുടങ്ങാണ്, പുതിയ രണ്ടാളുകൾ ഒന്നിക്കുകയാണ്. പുതിയ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമാ ബൈനകുമാ ഫീ ഖൈർ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹുവിൻ്റെ ബറക്കത്തുണ്ടാവട്ടെ, അതേ ബറക്കത്തിൽ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. വ ബാറക അലൈക്കുമാ വ ജമാ ബൈനകുമാ ഫീ ഖൈർ. എല്ലാവിധ നന്മയിലും നിങ്ങൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന മഹനീയമായ പ്രാർത്ഥന ഉയരുന്ന ഒന്നാമത്തെ ഘട്ടം, ജീവിതത്തിലെ മനോഹരമായ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കും ഘട്ടം. പക്ഷേ അതെല്ലാം മോശമായി മാറുകയാണ്. അവിടെ മ്യൂസിക്കുകൾ കടന്നു വരികയാണ്, സ്റ്റേജിലേക്ക് കയറുമ്പോൾ വൃത്തികേടുകൾ കേൾക്കുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് മാറാനുള്ള കാരണം പലരെയും തൃപ്തിപ്പെടുത്താനാണ്. പണമുണ്ട്, അതുകൊണ്ട് കുടുംബങ്ങൾക്ക് തൃപ്തിയാവണം, കുടുംബങ്ങളെ തൃപ്തിപ്പെടുത്തണം, അതിനുവേണ്ടി പലരെയും തൃപ്തിപ്പെടുത്തണം. അല്ല, അള്ളാഹുവിനെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. നല്ല ദീനുള്ള, നല്ല തൗഹീദുള്ള ആളുകളിൽ നിന്ന് പുറം ഇത്തരം മോശമായ അനുഭവങ്ങൾ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. മറ്റാരെയും പേടിക്കാത്ത ചങ്കൂറ്റമുള്ളൊരു മനസ്സ്, ഈമാൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു ആയിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇതുപോലൊരു വിവാഹവേദിയിൽ ഒരൽപ്പം വൈകുകയാണ്. പുതിയ പെണ്ണ് ഇറങ്ങാൻ വേണ്ടി കുറച്ച് വൈകുന്ന ഒരു വിവാഹവേദി. ആ വിവാഹവേദിയിൽ കുറേ സമയം കഴിഞ്ഞിട്ടും പുതിയ പെണ്ണ് ഇറങ്ങാനുള്ള സമയമായിട്ട് ഇറങ്ങണില്ല. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക, എന്തോ വിഷയമുണ്ട്. ആ സമയത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഉള്ളിലെന്തൊക്കെയോ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. പിന്നെ പുതിയ പെണ്ണിന് നൽകിയ വേഷം ആ പെണ്ണ് സ്വീകരിക്കുന്നില്ല. പുതിയ പെണ്ണിൻ്റെ വാശി എന്താ, ഞാൻ പറത്തട്ടെ പുറത്തിറങ്ങുള്ളൂ. അപ്പം എന്താ, വിവാഹം ആലോചിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വിഷയം. കല്യാണം നടക്കുന്നത്, വിവാഹം നടക്കുന്ന പയ്യന് ദീനൊക്കെ ഉണ്ട്, പക്ഷേ പയ്യൻ്റെ കുടുംബങ്ങളൊന്നും അത്ര അങ്ങോട്ട് ദീന് ഉൾക്കൊണ്ട ആളുകളല്ല. സാധാരണ ഒരു ഫാമിലിയാണ്, മുസ്ലിം ഫാമിലി ആണെങ്കിലും അത്ര ദീന് ഉൾക്കൊണ്ട ആളല്ല. എന്നാൽ പെണ്ണോ നല്ല സെൽഫി പെണ്ണാണ്, നല്ല ദീനുള്ള പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ ചെക്കന് ദീനുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ വിവാഹത്തിന് വസ്ത്രമൊക്കെ ആയിട്ട് വരുന്നവർ സ്വാഭാവികമായിട്ടും ചെക്കനല്ലല്ലോ, ചെക്കൻ്റെ ബന്ധുക്കളാണല്ലോ വരിക, പുതിയാപ്പിളൻ്റെ ബന്ധുക്കളാണല്ലോ. പുതിയാപ്പിളൻ്റെ ബന്ധുക്കൾ പിന്നെ വസ്ത്രമൊക്കെ ആയിട്ട് വന്ന് വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. കുറേ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ്. പർദ്ദയല്ല, വളരെ മോശമായി കല്യാണത്തിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വൃത്തികെട്ട വസ്ത്രമാണ്. ശരീരഭാഗങ്ങൾ കാണുന്ന വസ്ത്രമാണ്, മാന്യമായ വസ്ത്രമല്ല. ആ പെണ്ണ് പറയുന്നു, ഞാൻ പർദ്ദ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്നാണ് പുതിയ എണ്ണായിട്ട് ഇറങ്ങുള്ളൂ. വാശി പിടിച്ചു. ചങ്കൂറ്റുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ നിന്നു, അങ്ങനെ തർക്കമായി, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. ഒരു ദിവസമല്ലേ, ഇന്നെൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പർദ്ദയില്ലാതെ മാന്യമായ വസ്ത്രമല്ലാതെ ധരിച്ചിട്ടില്ല. ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട ദിവസമാണ്,
ഇന്ന് ഞാൻ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യൂല എന്നുള്ള നിലയ്ക്ക് ആ പെണ്ണ്, ഇവിടെ കേരളത്തിൽ നടന്ന സംഭവമാണ്, ആ പെണ്ണ് ഉറച്ചു നിന്നു. അങ്ങനെ അവസാനം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ വലിയൊരാളായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഒരു അമ്മായി വന്നു അല്ലേ. ചെക്കൻ്റെ അമ്മായിയാണെന്ന്, പുതിയാപ്പിളിൻ്റെ അമ്മായിയാണ് വന്ന് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ച് തൻ്റെ അടക്കമുള്ള ആൾ വരും. അങ്ങനെ വന്നിട്ട് പെണ്ണിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ ഇന്നൊരു ദിവസം, അമ്മായിയാണ് പറയുന്നത്, എന്തുണ്ടെങ്കിലും ഞാൻ ഏറ്റു, പിന്നെ ഇന്നൊരു ദിവസം മാത്രം അമ്മായിക്ക് വേണ്ടിയിട്ട് അമ്മായിൻ്റെ മോള് ഇന്ന് ഈ ഒരു വസ്ത്രം ഇടണം, കല്യാണമാണ്, എല്ലാവരും കാത്തിക്കാണ്, ഇന്നൊന്ന് പറത്തിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മകള് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഓക്കെ ഞാൻ അമ്മായിക്ക് വേണ്ടി ധരിക്കാം, ഞാൻ മരിച്ചു പോരുമ്പോൾ എൻ്റെ കൂടെ അമ്മായി കബറക്കണ് പോരുമോ എന്നാ ചോദിച്ചു. അതൊരു ചോദ്യമാണ്, അതൊരു ചോദ്യമാണ്, ഒരു ചോദ്യമാണ്. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ചോദ്യമല്ല, ഒന്നൊന്നര ചോദ്യമാണ്. അതായിരിക്കണം ചോദ്യം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മക്കൾ. ആ ഒരു തൻ്റെ ഇടത്തോടു കൂടി നമ്മൾ മക്കൾ വളർന്നു വരുന്ന അവസ്ഥയിലേക്ക് അള്ളാഹിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞവരാവണം. അപ്പോൾ പറ്റും. എവിടെ പോയാലും തകരൂല നമ്മുടെ മക്കൾ. ദീനുണ്ടെങ്കിൽ എവിടെ പോയാലും തകരൂല, എവിടെ പോയാലും പതറൂല. പലർക്ക് വേണ്ടിയും പലതും അഡ്ജസ്റ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കണം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. അതായിരിക്കണം സ്നേഹം. പലതിനു വേണ്ടിയും പലതും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് പ്രിയമുള്ളവരെ. അതുപോലെ അള്ളാഹു പറയണം, അംവാലുനഖ്തറഫ്തുമൂഹ, നിങ്ങൾ കുന്നുകൂട്ടി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അള്ളാഹു ആയിരിക്കണം. ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം പണമാണ് അല്ലേ. പണത്തിന് വേണ്ടിയാണ് എല്ലാ പ്രശ്നങ്ങളും. എന്തൊരു പ്രശ്നങ്ങളും അടിപിടിയും എന്ത് കേസെടുത്ത് നോക്കിയാലും അതിൻ്റെ അവസാനത്തെ പോയിന്റ് അത് പണത്തിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്നുള്ള വചനം ഇറങ്ങിയ സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായ ഒരു തോട്ടം ഉണ്ടായിരുന്നു, ബൈറുഹ തോട്ടം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഈത്തപ്പനകൾ വിളഞ്ഞു നിൽക്കുന്ന മനോഹരമായ നല്ല അരുവികളുള്ള നല്ല മനോഹരമായ ഒരു തോട്ടം. അതാ പിന്നെ ദീനിന് വേണ്ടി അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ദാനം ചെയ്യാൻ ആ ഒരു സന്മനസ് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന് നൽകണം. കാരണം അള്ളാഹു ആയിരുന്നു ഇഷ്ടം അല്ലേ. ബൈറുഹ തോട്ടം അവർക്ക് പ്രിയപ്പെട്ടതാണ്. അന്നത്തെ അവസ്ഥയിൽ അതൊരു അഭിമാനമായിരുന്നു, വരുമാനമായിരുന്നു. പക്ഷേ അതൊക്കെ ശരിയാണെങ്കിലും എനിക്കതിനേക്കാൾ പ്രിയപ്പെട്ടത് എൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് നൽകാൻ തയ്യാറായി. തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ വല്ലാത്ത പ്രയാസം നേരിട്ട വേളയാണ്. ആ വേളയിൽ യുദ്ധത്തിന് പണം സമാഹരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തു, എല്ലാവരോടും ഉള്ളതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എല്ലാ സമയത്തും എനിക്ക് അത്രയൊന്നും കഴിയാറില്ലല്ലോ, ഇന്ന് എനിക്ക് മുന്നിലെത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മൊത്തം സ്വത്ത് നോക്കിയിട്ട് അതിൻ്റെ പകുതി ഭാഗവും ഒന്നിച്ചെടുത്ത് പകുതി സ്വത്ത് അദ്ദേഹം ദീനിന് വേണ്ടി തബൂക്ക് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ മുന്നിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. അതിനേക്കാൾ എനിക്കൊന്ന് മുന്നിലെത്തണം. നന്മയിലായിരുന്നു അവരുടെ മത്സരമൊക്കെ അല്ലേ. വേറെ വാശി, വേറെ ഈഗോ പ്രശ്നങ്ങളൊന്നുമല്ല. അവർക്ക് നന്മ കൂടുതൽ ചെയ്യണം എന്നുള്ളതായിരുന്നു, അള്ളാഹിൻ്റെ ഇഷ്ടം കൂടുതൽ കിട്ടണം എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന വാശി അല്ലേ. അങ്ങനെ ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൊണ്ടുവന്ന് പിന്നെ ഏതാനും നാണയങ്ങൾ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്താണ് ഉമറെ ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ, നബിയെ പകുതി മാത്രമേ ബാക്കിയുള്ളൂ, പകുതിയും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞു. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് ഇനി ബാക്കിയുള്ളത്, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ബാക്കി എന്താ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂലു, അള്ളാഹു റസൂലും മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ അംഗീകരിക്കാണ്, അബൂബക്കറിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മനസ്സിലാക്കാണ്. അവർ ഇഷ്ടപ്പെട്ടത് പണത്തെ ആയിരുന്നില്ല, അവർ ഇഷ്ടപ്പെട്ടത് പണത്തേക്കാൾ അള്ളാഹുവിനെയായിരുന്നു ഇഷ്ടപ്പെട്ടത് എന്നതാണ്. മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായൊരു ഘട്ടമാണ് വെള്ളം നിഷേധിച്ചത്. ഒരു കിണറുണ്ടായിരുന്നത്, ആ കിണർ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു, എല്ലാം തടഞ്ഞു, ഭക്ഷണവും വെള്ളവും ഒക്കെ തടഞ്ഞ സമയത്ത് വലിയ പ്രയാസം നേരിട്ടു. വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റോമാ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വലിയ വിലയാണ് ശത്രുക്കൾ ചോദിക്കുന്നത് ആ കിണറിന്, അവർ കിട്ടാവുന്നതിൽ ഏറ്റവും വില. കാരണം ശത്രുക്കൾക്കറിയാം എന്ത് വില പറഞ്ഞാലും കിട്ടുമെന്നറിയാം, വെള്ളം തടഞ്ഞിട്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പണവും ഉപയോഗിച്ചുകൊണ്ട് ആ കിണർ വാങ്ങി അവർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാം, മുസ്ലിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാം. പണം
അതിനുവേണ്ടി യാതൊരു മടിയിൽ, കാരണം ദീനിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ യാതൊരു മടിയുമില്ലാതെ അവർ ചെലവഴിക്കുകയായിരുന്നു. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അന്ത്യസമയത്ത് മരണത്തോട് അടുക്കുന്ന സമയത്ത്, അല്ലെ, ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് അദ്ദേഹം മരണത്തോട് അടുക്കുന്ന സമയത്ത് ആ റോമാ കിണറിൽ നിന്നും വെള്ളം കുടിക്കാൻ അദ്ദേഹം വല്ലാതെ കൊതിച്ചിരുന്നു, ചോദിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവർ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു അതിനനുസരിച്ച് നമ്മിലേക്ക് അടുക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു നമ്മിലേക്ക് അതിനേക്കാൾ അടുക്കും. നാം അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴമെടുക്കും. അള്ളാഹുവിലേക്ക് നമ്മൾ നടക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്രമാത്രം എടുക്കാൻ കഴിയുമോ, എന്തുകൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ നമ്മൾ വല്ലാത്തൊരു സമാധാനം അനുഭവിക്കുന്നത്? മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ ഒരു സ്വസ്ഥത നമ്മുടെ വീടുകളിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജോലിയിൽ നമുക്ക് റാഹത്ത് തോന്നുന്നുണ്ട്. എന്താ തോന്നാനുള്ള കാരണം? നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തു. അപ്പം അള്ളാഹു നമ്മളിലേക്ക് അതിനേക്കാൾ അടുത്ത് അള്ളാഹു നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തന്നു. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം, വേറൊന്നുമില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് എത്രമാത്രം അടുക്കുന്നുവോ അതിനേക്കാൾ അള്ളാഹു നമ്മളിലേക്ക് അടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പണത്തേക്കാൾ, നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സമ്പത്തിനേക്കാൾ, അതൊക്കെ നമുക്ക് വേണ്ടത് തന്നെയാണ്. നമുക്ക് സമ്പാദിക്കാം, എത്രയും സമ്പാദിക്കാം. സമ്പാദിക്കാൻ ആ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്ര കോടിയെ സമ്പാദിക്കാൻ പാടുള്ളൂ എന്നില്ല, എത്രയും സമ്പാദിക്കാം. ഒരു ദിവസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഹലാലാവണമെന്ന് മാത്രം, അതിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. വേറെ നിബന്ധന ഒന്നുമില്ല. ഇത്ര സമ്പാദിക്കാൻ പാടില്ല ഒന്നുമില്ല. എന്തിനാ അത്ര പൈസ, അതുകൊണ്ട് അത്ര എന്തിനാ സമ്പാദിക്കണം, അങ്ങനെ ആരും ചോദിക്കില്ല. എത്രയും സമ്പാദിക്കാം. ഹലാലായിട്ട് എത്രയും ലിമിറ്റില്ലാതെ സമ്പാദിക്കണം. ഹലാലാവണം എന്ന് മാത്രം. അതിന് സക്കാത്ത് നൽകേണ്ട അവകാശങ്ങൾ ഇത് വളരെ കുറച്ച് മാത്രം, 2.5% മാത്രമേ ഉള്ളൂ. അത് നൽകണം എന്ന് മാത്രം. അപ്പോൾ പണത്തെ നമുക്ക് സ്നേഹിക്കാം, പക്ഷേ ആ പണത്തേക്കാൾ, അള്ളാഹുവിനേക്കാൾ നമ്മൾ പണത്തെ സ്നേഹിക്കുന്നൊരവസ്ഥ, നമ്മുടെ ദീൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. പണത്തെ സ്നേഹിച്ചുകൊണ്ട് ദീന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ചെയ്യണം എപ്പോഴും നമ്മുടെ ചിന്ത പരിശുദ്ധ റമളാനാണ്. എപ്പോഴും ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായിരിക്കണം. ഇത് നമ്മൾ നാളെ നമുക്കുണ്ടാവും എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ്, ആടിനെ അറുത്ത് നല്ല ഭാഗങ്ങളൊക്കെ അങ്ങനെ കൊടുത്തപ്പോൾ ആ നല്ല ഭാഗങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തിരുത്തി കൊടുക്കുകയാണ്. അല്ല, നമ്മൾ തിന്നത് നമുക്ക് നഷ്ടപ്പെട്ടു, തിന്നു കഴിഞ്ഞു, ആ കൊടുത്തത് പോയിട്ടില്ല, അതാണ് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു. അല്ലെ, ആ കൊടുത്തതാണ് എന്ത് ബാക്കിയുള്ളത്. നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരാളെ വിളിച്ചു, നമ്മളും കഴിച്ചു, അദ്ദേഹം കഴിച്ചു. അത് നമ്മൾ കഴിച്ചത് എന്ത് ചെയ്തു? കഴിച്ചത് അങ്ങനെയാണ് പോയി നമ്മുടെ ശരീരത്തിലേക്ക്. നമ്മുടെ കൂടെ നമ്മൾ വിളിച്ച ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതോ അത് അവിടെ ഉണ്ട്, അത് പോയിട്ടില്ല. നമ്മൾ കഴിച്ചത് ദഹിച്ചു പോയി. എന്നാൽ നമ്മളൊരാൾക്ക് കൊടുത്തത് അത് ബാക്കിയുണ്ടാകും. അത് ബാക്കിയുണ്ടാവുമെന്ന് മാത്രമല്ല, അതിങ്ങനെ വർദ്ധിച്ച് നമുക്ക് മുതൽക്കൂട്ടായി നാളെ പരലോകത്തുണ്ടാവും. അതുപോലെയാണ് എല്ലാ ദാനധർമ്മങ്ങളും. അപ്പോൾ ഈ പരിശുദ്ധ റമളാൻ എന്ന ഇതിനു വേണ്ടി പരമാവധി ഉപയോഗിക്കണം. ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ജാമിഅ അൽ ഹിന്ദ് കേരളത്തിൽ അറിയപ്പെട്ട വലിയ സ്ഥാപനമാണ് നമുക്ക് മുമ്പിലുണ്ട്. ഒരുപാട് ദീനി സ്ഥാപനങ്ങളെ വളർത്താൻ വേണ്ടി അതിന് പ്രേരകമായ, കേരളത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന മനോഹരമായ ഒരു സ്ഥാപനമാണ്, മാതൃകാപരമായ സ്ഥാപനമാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, ദീനിന് അടിസ്ഥാനപരമായി പ്രാധാന്യം നൽകിക്കൊണ്ട് വളർന്നു വരുന്ന, നമ്മുടെ പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന മനോഹരമായ സ്ഥാപനമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ വിഹിതങ്ങൾ അക്കാര്യങ്ങളിലേക്ക് ചിന്ത പോകണം. അതേപോലെ തന്നെ കേരളത്തിൽ ഇന്ന് വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന ഏറ്റവും മനോഹരമായി 24 മണിക്കൂറും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഇന്ന് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിൻ്റെ സമ്മാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓഫീസിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സംസാരം കേട്ടത്, പീസ് റേഡിയോയുടെ ഓഫീസിൽ നിന്ന് കേട്ടത്, സമ്മാനം കൊണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു. ഈ അഡ്രസ്സ് ചോദിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഒരു വീട് ചോദിച്ചപ്പോൾ ഒരു വീട് ചൂണ്ടിക്കാണിച്ചു തന്നു. അവിടുത്തെ ഒരു സ്ത്രീയാണ് സമ്മാനത്തിന് അർഹരായത്. അപ്പോൾ അവിടെ കൊണ്ടേ കൊടുത്തപ്പോൾ ആരൊക്കെ പറഞ്ഞു അതാവാൻ സാധ്യതയില്ലല്ലോ, അതൊരു മോലിയരെ മോളാണ്, അതാവാൻ സാധ്യതയില്ലാന്ന്. നോക്കുമ്പോൾ തന്നെയാണ് ഒരു മുസ്ലിയാർ, സമസ്തയിലെ മുസ്ലിയാരെ മകളാണ്. പക്ഷെ അങ്ങനെ അത്രയും ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആർക്ക് ഇവിടെ നിന്നും പങ്കെടുക്കാം. ഒരുപാട് ആളുകൾ, സമസ്തയിലുള്ള ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ ഈ പീസ് റേഡിയോ കാരണമായിട്ട് 24 മണിക്കൂറും അതിൽ ഖുർആനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള പഠനങ്ങളുണ്ട്.
അതേപോലെ തന്നെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കുന്ന, കുടുംബങ്ങളിലെ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന സ്നേഹക്കൂടുണ്ട്. കുട്ടികൾക്കുള്ള വ്യത്യസ്തമായ പരിപാടികളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. ഹദീസ് പഠനങ്ങളുണ്ട്, പിന്നെ സർക്കാർ സേവനങ്ങൾ, എല്ലാവിധ ഭൗതികവും മതപരവുമായ എല്ലാവിധ ചർച്ചകളും കാര്യങ്ങളുമായി എപ്പോഴും നമുക്ക് തണലായി പീസ് റേഡിയോ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ എപ്പോഴും അവിടെ ഓണാക്കി വെച്ചാൽ പലപ്പോഴും പല സഹോദരിമാരുടെയും നിത്യക്കൂട്ടാണ് പീസ് റേഡിയോ എന്ന്. നമ്മിൽ പലർക്കും അറിയില്ല. അതെന്ത് ചെയ്യണം? നമ്മൾ അറിയണം, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അത് കൂടെ അങ്ങനെ വെച്ചു കൊടുത്താൽ നമ്മുടെ ഭാര്യമാർക്കൊക്കെ ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് മാറ്റം ഉണ്ടാവും. അതാണ് കേട്ട് തുടങ്ങിയാണ്ടല്ല പിന്നെ നിർത്തൂല, പിന്നെ വല്ലാത്ത ഇഷ്ടമായിരിക്കും, അതെപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ പീസ് റേഡിയോ സംവിധാനങ്ങൾ ഇതുപോലെ നല്ല ചിലവുണ്ട്. അതൊക്കെ ഇത്തരം പരിശുദ്ധ റമളാനിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഹിതാനി കൊടുത്താണ്ടല്ലോ ഒരുപാട് ആളുകളുടെ ഹിദായത്തിന് കാരണമാകുന്ന അതിൻ്റെ ഒരു പ്രതിഫലം നമുക്കും കിട്ടും. അങ്ങനെ എവിടെയാണോ കൊടുക്കേണ്ടത്, ആരാണോ അർഹതപ്പെട്ടത് എന്ന് അന്വേഷിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ പണത്തെ നമ്മൾ വെച്ചുകൊണ്ട് നിൽക്കുന്നതിന് അതിനേക്കാൾ പ്രതിഫലവും കാര്യവും നമുക്കുണ്ടാവും. അള്ളാഹിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അത് അള്ളാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും, നമുക്ക് തിരിച്ചു കിട്ടുന്ന. പിന്നെന്താ പറയുന്നത്? അല്ലാഹു വത്തിജാറത്തുൻ തഖ്ശഊന കസാദഹ, നിങ്ങൾ മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അല്ലാഹു ആയിരിക്കണം. പലപ്പോഴും നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നമ്മുടെ കച്ചവടങ്ങളാണ്, നമ്മുടെ ബിസിനസ്സുകളാണ്. അതങ്ങനെ ആവാൻ പാടില്ല. അതിനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹു ആയിരിക്കണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പണം ഒട്ടകപ്പുറത്ത് ഒരുപാട് ചരക്കുകൾ കൊണ്ടുവന്ന് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കച്ചവടത്തിന് വേണ്ടി. ആ സമയത്ത് അദ്ദേഹം വില ഇങ്ങനെ കൂട്ടിപ്പറയും. ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ടു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, ഈ വില നിങ്ങൾക്ക് തരാൻ കഴിയില്ലേ? വേണ്ട, എനിക്ക് നിങ്ങളുടെ ഈ വില വേണ്ട. ഈ 100 കണക്കിന് ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സമ്പത്തും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എടുത്തുകൊള്ളൂ, പാവങ്ങൾക്ക് നിങ്ങൾ വിതരണം ചെയ്തോളൂ. ആളെ ഏൽപ്പിച്ചു. എനിക്ക് തരാൻ കഴിവുള്ളവൻ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നൽകി. നല്ല വരുമാനത്തിന് വകുപ്പുണ്ടായിരുന്ന കച്ചവട ചരക്ക് അങ്ങനെ വിതരണം ചെയ്തു. അദ്ദേഹം ധാരാളമായി വിതരണം ചെയ്യുമായിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. അവർക്കുള്ള സമ്പത്ത് എത്തിച്ചു കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു, പാവങ്ങളെ സഹായിച്ചിരുന്നു. ഒരിക്കൽ ഹിംസിലെ ഗവർണറായിരുന്ന സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, വലിയ ഹിംസിലെ ഉത്തരവാദിത്വം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചത് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ അദ്ദേഹം വലിയ പാവപ്പെട്ടവനായിരുന്നു, അദ്ദേഹം വലിയ പ്രയാസത്തിലായിരുന്നു. ഈ വിവരം അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു കിഴിയിൽ കുറച്ച് പണം അദ്ദേഹത്തിന് കൊടുത്തയച്ചു. നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് സന്തോഷമായി. കാരണം കുറേ കാലമായി പട്ടിണിയിലും പ്രയാസത്തിലാണ്. ഭരണാധികാരിയാണ്, ഹിംസിലെ ഗവർണറാണ്, പക്ഷേ ഒരുപാട് പ്രയാസത്തിലാണ്. അപ്പോൾ ഭാര്യയ്ക്കൊരു ആശ്വാസമായി, സമാധാനമായി. എന്നിട്ടിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് കൊണ്ടുവന്ന പൈസ അല്ലേ, നമുക്ക് ഒരുപാട് പ്രയാസമല്ലേ, നമുക്കതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങിക്കൂടെ? എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങി നമുക്കൊരു വരുമാനമാവുമല്ലോ എന്ന് പറഞ്ഞ ഉടനെ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാം, അത് കച്ചവടത്തിന് ഞാൻ ഇറക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ കച്ചവടം അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം അതിൽ ഒന്നുപോലും ബാക്കി വെക്കാതെ ഉടനെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. വല്ലാത്ത അത്ഭുതമാണ്. ആ കച്ചവടമായിരുന്നു അവരുടെയൊക്കെ സ്വപ്നം എന്നുള്ളതാണ്. കച്ചവടത്തിന് ഇറക്കി എന്ന് പറഞ്ഞത് എന്താണ്? അത് ദീനിന്റെ മാർഗത്തിൽ കച്ചവടം ചെയ്തു കഴിഞ്ഞു. ഇത്ര ലാഭമുള്ള കച്ചവടം വേറെ അല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഏതാണ് ആ കച്ചവടം? ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടമുണ്ട്. ആ കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അതാണ് ദീനിന്റെ മാർഗത്തിലുള്ള സേവനങ്ങൾ. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഇവിടൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെയായിരിക്കണം കച്ചവടം. നമുക്ക് പ്രിയപ്പെട്ടതാണ്, വേണ്ടതാണ്. പക്ഷേ ആ കച്ചവടത്തേക്കാൾ വലുത് അള്ളാഹുവിനേക്കാൾ വലുതാവരുത് നമുക്ക് മറ്റൊന്നും. കച്ചവടം മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം, ബിസിനസ് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. അള്ളാഹിൻ്റെ ബറക്കത്തുണ്ടെങ്കിലേ എല്ലാത്തിനും കാര്യമുള്ളൂ. എത്ര ഉന്നതയിൽ എത്ര നമ്മൾ പ്ലാൻ ചെയ്ത് ബിസിനസ് നടത്തിയാലും കച്ചവടം നടത്തിയാലും അത് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അപാരമായ സഹായം വേണം. അതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ ബറക്കത്തില്ലാതെ ഒന്നും വിജയിക്കില്ല. അതുകൊണ്ട് അത് മാത്രം ലക്ഷ്യമാക്കി ചില ആളുകളൊക്കെ പറയും, സമയമില്ല, ഓടാണ് അല്ലേ, കടണ്ട്, കുറേ വീട്ടാണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കച്ചവടം ചെയ്യാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് നേരല്ല, പള്ളിക്ക് വരാൻ നേരല്ല, ഒഴിവില്ല, സുബൈക്ക് കിടന്നുറങ്ങാണ്,
രാത്രി അധ്വാനിച്ചിട്ട് സുബഹിക്ക് കിടന്നുറങ്ങാം പള്ളി വരാതെ. എന്ത് ബർക്കത്തയിലുണ്ടാവുക? അള്ളാഹു പറയാണ് അത്തരം ആളുകൾക്ക് അവരുടെ ആ തിരക്കുകൾ തീർത്തു കൊടുക്കൂല എന്നാണ്. ആ തിരക്ക് അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക ആ തിരക്കുകൾ അവർക്ക് തീരൂല. കാലാകാലം അവർക്ക് തിരക്കായിരിക്കും. നമ്മളോട് പറയല്ലേ ചില ആൾക്കാർ തിരക്കാണ്, ഒഴിവില്ലാന്ന്. ഭൗതികതയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി പിന്നാലെ പോയിട്ട് ഒഴിവില്ല, ദീനിന്റെ കാര്യങ്ങൾക്ക് ഒഴിവില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആ തിരക്ക് എന്തെങ്കിലും ഒരു അവസാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ അവസാനിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞു, കടക്കെ വീടി, ഞാൻ ദീനിക്കണ് വരാറിന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? തീരൂല അവർക്ക്. അത് ഞാൻ പറഞ്ഞതല്ല, ഹദീസ് പറഞ്ഞതാണ്. ആ കണക്ക് തീരൂല അവർക്ക്, ആ തിരക്ക് തീരൂല. ഒരിക്കലും ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു തിരക്ക് അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഉള്ളതിനനുസരിച്ച്, ഉള്ള പണത്തിനനുസരിച്ച് തൃപ്തിയോടുകൂടി ദീനിന്റെ വിഷയങ്ങൾക്ക് വന്നാൽ അള്ളാഹു അതിൽ വല്ലാത്തൊരു ബറക്കത്ത് കൊടുക്കും. അള്ളാന്റെ സഹായം ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. കുറച്ചാണെങ്കിലും, പണം കുറച്ചാണെങ്കിലും അള്ളാന്റെ വല്ലാത്തൊരു സഹായം ഉണ്ടാവും. അതുകൊണ്ട് അവനക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. ദീനി കാര്യങ്ങൾക്ക് സമയം ഉണ്ടാവും, അവന്റെ കുടുംബ കാര്യങ്ങൾക്ക് സമയം ഉണ്ടാവും. അല്ലാത്ത ആളുകൾക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. അവന്റെ ദുനിയാവിനും സമയം ഉണ്ടാവില്ല, ദീനിനും സമയം ഉണ്ടാവില്ല. അത് അള്ളാന്റെ വാഗ്ദാനാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഒക്കെ നമുക്ക് വേണ്ടത് തന്നെ. പക്ഷേ അള്ളാനെ മറന്നുകൊണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ തടയരുത്. ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കരുത്. അപ്പൊ ഇതൊന്നും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ ദീനിന്റെ വിഷയങ്ങളിൽ നിന്നും അള്ളാഹിനെ സ്മരിക്കുന്നതിൽ നിന്നും നമ്മൾ ശ്രദ്ധ തെറ്റിക്കാൻ പാടില്ല. പിന്നെ വീണ്ടും അള്ളാഹു പറയണം വമസാകിന തർലൗനഹ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ വീടുകൾ, ആ വീടുകളേക്കാൾ അള്ളാഹു ആയിരിക്കണം പ്രധാനപ്പെട്ടത് എന്ന് അള്ളാഹു പറയാണ്. വീടുകൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. ചില ആളുകളുടെ വലിയ സ്വപ്നമാണ് വീട് എന്ന് പറഞ്ഞാൽ. ചില ആളുകളൊക്കെ വർഷങ്ങൾ വിദേശത്ത് പോയി അധ്വാനിക്കുന്നത് തന്നെ ഒരു വീടെന്ന സ്വപ്നമാണ് അല്ലേ. ഒരുപാട് വർഷങ്ങൾ അധ്വാനിച്ച് ചെറിയൊരു തറയിടും, എന്നിട്ട് പിന്നെയും പോയി 2-3 വർഷം അധ്വാനിച്ച് പലതും വെട്ടിക്കുറച്ച്, പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെ വിദേശത്ത് അധ്വാനിച്ച് ഭാര്യയോട് ചെലവ് ചുരുക്കാൻ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഓരോ പടികൾ ഇങ്ങനെ കെട്ടി ഉയർത്തും. അതൊരു സ്വപ്നമാണ്. എന്നിട്ട് ആ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. സ്വന്തമായൊരു വീട് അല്ലേ, സ്വന്തം എന്ന് പറയാനൊരു വീട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്വപ്നമാണ്, നമ്മുടെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വീടുകളാവണം. നമ്മുടെ വീടുകൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടതാവണം എന്നുള്ളതാണ്. അവിടെ പരിശുദ്ധ ഖുർആനും ദുആകളും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം ഉണ്ടാവണം. സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവണം. വീടുകളിൽ ദുആകൾ ഉണ്ടാവണം, ദിക്റുകൾ ഉണ്ടാവണം, പരിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവണം. അള്ളാഹുവിന് വെറുപ്പുള്ള വീടുകളാവരുത്. വൃത്തികെട്ട മാസികകളും വൃത്തികെട്ട ശബ്ദങ്ങളും സിനിമകളും സീരിയലുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായി നമ്മുടെ വീടുകൾ മാറരുത്. ലോകത്തുള്ള എല്ലാ വൃത്തികെട്ട ആളുകളും വന്നു പോകുന്ന സ്ക്രീനിൽ വന്നു പോകുന്ന ഒരിടമായി നമ്മുടെ വീടുകൾ മാറരുത്. പിശാചിന് കയറാനുള്ള ഇടമായി, പിശാചിന്റെ താമസ സ്ഥലമായി നമ്മുടെ വീടുകൾ മാറരുത്. അങ്ങനെ ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ പിശാച് പറയും ഇവിടെ സ്ഥലമില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാച് പറയും ഭക്ഷണമില്ലാന്ന്. എന്നാൽ അതൊന്നും ഇല്ലാത്ത സ്ഥലത്തോ വൃത്തികേടുകളും ഏതു നേരം പിന്നെ ചെവിയിൽ ഇയർഫോണുമായി പിന്നെ മുഴുവൻ സമയം മ്യൂസിക്കും കേട്ടുകൊണ്ട് ഇതൊന്നും ഓർമ്മയില്ലാതെ ഭക്ഷണം കഴിക്കുന്നവരെ ഇതൊന്നും ഓർമ്മയില്ലാതെ ബിസ്മി ചൊല്ലാതെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ കൂട്ടത്തിൽ പിശാചും കൂടി താമസിക്കുന്ന ഇടമായി നമ്മുടെ വീടുകൾ മാറും. അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കും. നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം, നമ്മുടെ വീടുകളേക്കാൾ പ്രിയപ്പെട്ടത് അള്ളാഹു ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. നമുക്കെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹു ആയിരിക്കണം മറ്റെന്തിനേക്കാളും ഇഷ്ടമുള്ളത്. സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചത്, മുൻഗാമികൾ സ്നേഹിച്ചത് അള്ളാഹുവിനെയായിരുന്നു, സ്വന്തം ശരീരത്തേക്കാൾ. ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ പെടഞ്ഞ് വേദനകൾ കൊണ്ട് പിടഞ്ഞിട്ടും ദീൻ ഒഴിവാക്കാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? ശരീരം പ്രിയപ്പെട്ടതാണെങ്കിലും അള്ളാഹു അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് എന്ന്. പ്രിയമുള്ളവർ, നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദിവസം തന്നെ ഒന്നിലധികം വസ്ത്രം മാറ്റി ധരിക്കുന്ന അത്രയും വലിയ പണക്കാരനായി. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ആണ് അവസാനം മരിക്കുന്ന സമയത്ത് മയ്യത്ത് മറവ് ചെയ്യാൻ അദ്ദേഹത്തിന് സ്വന്തമായി തുണിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണത്. അദ്ദേഹം അള്ളാഹിനെ സ്നേഹിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ അത്തറിൻ്റെ സ്മെല്ല് കേൾക്കാൻ വേണ്ടി ചിലരൊക്കെ പുറത്തിറങ്ങി വരുമായിരുന്നു. അത്തറിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ആളുകൾക്ക് ദൂരെ നിന്ന് മനസ്സിലാവും മിസ്അബ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മിസ്അബ് ഇതിലെ പോയിട്ടുണ്ടെന്ന് പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. അത്രയും വലിയ പണക്കാരനായിരുന്നു. അത്രയും മുന്തിയ ഇനം അത്തർ ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ മരിക്കുന്ന നേരത്തെ അദ്ദേഹം എല്ലാം ഇല്ലാതെയായി. എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചതാണ് അദ്ദേഹം. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചവരായിരുന്നു അവരൊക്കെ. അവസാനമായി ഒറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. വെറും സംസാരങ്ങൾ മാത്രമാവരുത്, ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടു പോവുക എന്നതിനപ്പുറം
നമ്മുടെ മനസ്സിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഒരു മാറ്റത്തിന് വിധേയമാകാൻ, അല്ലേ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ അള്ളാഹു ആണോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ ഇത്തരം സംസാരങ്ങൾ കാരണമാണ്. അല്ലാതെ നമ്മളിങ്ങനെ കുറേ ക്ലാസ്സുകൾ കേൾക്കുക എന്നതാവരുത്. പ്രിയമുള്ളവരെ, ഒരു യുദ്ധത്തിൻ്റെ രംഗം, ഒരു യുദ്ധം നടക്കണം. ആ യുദ്ധം നടക്കുന്ന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് കരയിലിരുന്ന് കുറച്ച് ദൂരെ നിന്നിട്ട് യുദ്ധക്കാലത്തിലേക്ക് സ്വഹാബത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഒരു രംഗം അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ രംഗം കാണിച്ചിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആ രംഗം കാണുന്നുണ്ടോ? അപ്പോൾ സ്വഹാബത്ത് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് വന്നു. എന്നിട്ട് ഒരു സ്ത്രീ അവിടെ എന്തോ തിരയുന്നത് അവർ കാണാം. ഒരു സ്ത്രീ ഓടി കരഞ്ഞുകൊണ്ട് അസ്വസ്ഥമായിക്കൊണ്ട് എന്തോ തിരയാണ്, വ്യക്തമായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ രംഗം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി കൊടുക്കുകയാണ്. ആ സ്ത്രീ തിരയുന്നത് അതിൻ്റെ ചെറിയ കൊച്ചു കുഞ്ഞ്, ചെറിയ പൈതൽ അവരുടെ കയ്യിലായിരുന്നു. യുദ്ധത്തിൻ്റെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടോ, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്, ശരീരഭാഗങ്ങൾ അറ്റുപോയതാണോ, എവിടെയാണെന്നറിയില്ല. ആ യുദ്ധസാമഗ്രികളും രക്തവും അതുപോലെ തന്നെ ശവശരീരങ്ങൾക്കുമിടയിൽ, വസ്തുക്കൾക്കുമിടയിൽ എവിടെയെങ്കിലും ഉണ്ടോ, ജീവനോടെ ഉണ്ടോ എന്നറിയില്ല, ഇനി തിരിച്ചു കിട്ടുമോ എന്നറിയില്ല. അസ്വസ്ഥമായിക്കൊണ്ട് ആ ചെറിയ കുഞ്ഞിന് വേണ്ടി ഓടി നടക്കണം. ആ സ്ത്രീ ഇങ്ങനെ ഓടി ഓടി കരയാണ്. അപ്പോൾ ആ രംഗം സ്വഹാബത്ത് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുക. അങ്ങനെ കുറേ സമയം ഓടുന്നതിനിടയ്ക്ക് തളർന്ന്, ആ ശക്തമായ വെയിലിൽ തളർന്ന് വീഴുന്നുണ്ട് ആ സ്ത്രീ. ആ വീണ് കുറച്ച് കഴിയുമ്പോൾ ബോധം തിരിച്ചു കിട്ടുമ്പോൾ വീണ്ടും ആ സ്ത്രീ ആ കുഞ്ഞിനെ വേണ്ടി തെരയാണ്. അങ്ങനെ തെരഞ്ഞു നടക്കുന്ന കുറേ സമയത്തിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ആ കുഞ്ഞിനെ യാതൊരു പോറലും ഇല്ലാതെ ആ ഉമ്മക്ക് കിട്ടുകയാണ്. ആ ഉമ്മനെ കരയാണ്, ശക്തമായി കരയാണ്. ആ കുഞ്ഞിനെ ജീവനോടുകൂടി തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഉമ്മ തുരുതുര കരയാണ്. ആ കുഞ്ഞിനെ ഇങ്ങനെ തുരുതുര ഉമ്മ വെച്ച് നിൽക്കുന്ന ആ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത് കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ കുഞ്ഞിനെ ആ ഉമ്മ ഇപ്പോൾ ഒരു തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. ദാ നബി, എന്ത് ചോദ്യം അത്! അത്രയും ഇഷ്ടത്തോടു കൂടി വാരിയെടുത്ത് ഉമ്മ വെക്കുമ്പോൾ അതിനെങ്ങനെ വലിച്ചെറിയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ, എന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് നിങ്ങളോടുള്ളത്. അതിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സ്വഹാബത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അള്ളാഹു എത്രമാത്രം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് നേർക്കാഴ്ചയിലൂടെ കാണിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയ ആ ചരിത്രത്തിലൂടെ. പ്രിയമുള്ളവരെ, അള്ളാഹു ആയിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മറ്റു പലതും ഇവിടെ ഉണ്ടാവും ലോകത്ത്. മൊബൈലുകളുണ്ട്, ഗെയിമുകളുണ്ട്, വീഡിയോസുകളുണ്ട്, റീൽസുകളുണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നാലെ പോകരുത്. അള്ളാഹു ആയിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ്സുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് വേണം. പക്ഷേ ഒന്നാം സ്ഥാനത്ത് അള്ളാഹുവാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ അള്ളാഹ്. ഏത് സമയത്തും 24 മണിക്കൂർ എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ നിയന്ത്രിക്കുകയും ശരീരത്തിലേക്ക് ഓരോ ഭാഗങ്ങളിലേക്കും കൃത്യമായി രക്തം പമ്പ് ചെയ്യുകയും എൻ്റെ തലച്ചോറിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന എൻ്റെ രക്ഷിതാവിനോട് എനിക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ ആരെ നമ്മൾ സ്നേഹിക്കുക? ആ അള്ളാഹിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെ നമ്മൾ സ്നേഹിക്കുക? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന് പറയാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് കഴിയണം. റബ്ബിനെയാണ് എനിക്കിഷ്ടം, അതാണ് നമ്മുടെ പ്രമേയം. അള്ളാഹുവിനെ, എൻ്റെ അള്ളാഹുവിനെയാണ് എനിക്കിഷ്ടം, ഏറ്റവും ഇഷ്ടം. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. അവിടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും ജീവിതം നന്നാക്കാനും പറ്റും. അതിലൂടെ നമുക്ക് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത മനോഹരമായ സ്വർഗം, അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് നേടാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്വർഗം നിങ്ങൾക്കൊരിക്കലും നേടിയെടുക്കാൻ കഴിയില്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾക്കും കഴിയില്ല? കാരണം അത്രമാത്രം ദീനിന് വേണ്ടി മാത്രം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കും ആ സ്വർഗം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നബി എന്താ പറഞ്ഞാൽ അറിയാം? ഇല്ല എന്നാ പറഞ്ഞത്. എനിക്കും കഴിയില്ല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാൽ മാത്രമേ എനിക്ക് പോലും സ്വർഗം കിട്ടുള്ളൂ. അത്രയും മനോഹരമായ സ്വർഗ്ഗമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതൊന്നും അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അള്ളാഹു ഫ്രീ ആയി തരുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തന്നെ ചിലർക്ക് തോന്നുകയാണ് അധികമായി, ഞാൻ കുറേയൊക്കെ ചെയ്തു എന്നിങ്ങനെ നമുക്ക് പിശാച് ഇങ്ങനെ തോന്നിപ്പിച്ചു തരാം. ഞാനൊക്കെ നല്ല ആളാണ്, അല്ലെ ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ ആരാ പിന്നെ പോവാൻ നമുക്കിങ്ങനെ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഒന്നും ആവില്ല. അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിച്ചാൽ 24 മണിക്കൂർ നമ്മൾ സുജൂദ് ചെയ്താലും തീരൂല. അധികമായി നമുക്കൊരിക്കലും തോന്നണ്ട. അതിന് മാത്രം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാം അള്ളാഹു നൽകി. അള്ളാഹു നൽകാത്ത എന്താ നമ്മുടെ കയ്യിലുള്ള? സ്വന്തമായിട്ട് എന്തുണ്ട്? അല്ലേ? ചെറിയൊരു സ്ട്രോക്ക് വന്നാൽ മതി, ചെറിയൊരു പ്രശ്നം മതി തളർന്ന് കിടക്കാൻ. ഞാൻ ഇന്ന് എൻ്റെ അമ്മാവൻ കോട്ടക്കൽ എൽമാസിൽ അഡ്മിറ്റാണ്. 2 ദിവസം മുമ്പ് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഞാൻ വെള്ളം ചോദിക്കുന്ന രംഗം കണ്ട് വല്ലാത്ത പ്രയാസം വന്നു, കണ്ണ് നിറഞ്ഞുപോയി.
അപ്പോൾ മൂക്കിലൊക്കെ പൈപ്പിട്ട് തലച്ചോറിൽ രക്തം കട്ടയായിട്ട് ചെറിയൊരു പ്രയാസത്തിലാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പിന്നെ വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നിരന്തരം ചോദിക്കണം, തൊണ്ട വറ്റിയിട്ട് വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കട്ടൻ ചായ വേണം. ഭാര്യയോട് പറയാണ്, ഇപ്പം തന്നിട്ടില്ല പിന്നെന്താ മരിച്ചിട്ട് തരാനാണോ? അത് കേൾക്കാൻ കഴിയില്ല നമുക്ക്, അത്ര വാക്കുകൾ. മരിച്ചിട്ട് തന്നിട്ട് കാര്യമില്ല, എപ്പോൾ കൊണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ചോദിക്കാം, ചുണ്ടിങ്ങനെ വറ്റിപ്പോയിട്ട് അല്ലേ. ഒന്ന് തിരിയാനോ മറിയാനൊക്കെ കാലൊക്കെ കെട്ടിയിട്ടൊക്കെ കാലിങ്ങനെ വലിച്ചിട്ട് ആ പൈപ്പൊക്കെ ഇങ്ങനെ വലിച്ചിട്ടിട്ട്, കാരണം വേദനയും അസ്വസ്ഥത കൊണ്ട് അല്ലേ ശരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോയ അദ്ദേഹം. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ എല്ലാവരും അപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു അമ്മാവനാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥകൾ വളരെ പെട്ടെന്ന് മാറും. അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹത്തിലാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകണം. അപ്പോൾ അള്ളാഹിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവണം എന്നല്ല, ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടായിരിക്കണം. അപ്പം നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ, കുറച്ച് പണത്തിൽ നഷ്ടം വന്നാലും ആ ജമാഅത്തിന് എനിക്ക് പോകരുത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് അപ്പം കഴിയും. കാരണം അള്ളാഹിനോടാണ് ഇഷ്ടം. അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല. അവിടെ ഒരു 10,000-ൻ്റെ കച്ചവടം ഉണ്ട്, അതാണ് കഴിയട്ടെ. ഈ ജമാഅത്ത് പോയാലും ആ 10,000-ൻ്റെ കച്ചവടമായിരിക്കും നമുക്ക് ശ്രദ്ധ. അല്ല, അള്ളാഹുവാണ് ഏറ്റവും നമുക്ക് വലുത്. എന്നാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം വാങ്ങാൻ ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമൂഹത്തെ ഒന്നടങ്കം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന ശക്തമായ വിപത്തിൽ നിന്നും അള്ളാഹു നമ്മുടെ പുതിയ തലമുറയെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലയോടുകൂടി ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين وصلى الله على نبينا محمد. السلام عليكم ورحمة الله.